നമസ്കാരം. പാകിസ്ഥാൻ വേണ്ട, ഇന്ത്യ മതിയെന്ന് ഇറാൻ. പാകിസ്ഥാനെ കണ്ടം വഴി ഓടിച്ച് ഇറാനികൾ. യുദ്ധം അവസാനിപ്പിക്കുവാൻ പാകിസ്ഥാന്റെ മധ്യസ്ഥത തള്ളുകയാണ് ഇറാൻ. എന്നാൽ അതേസമയം ഇന്ത്യ ഉൾപ്പെടെയുള്ളവർക്ക് യുദ്ധം അവസാനിപ്പിക്കുവാനായി വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് ഇറാൻ പ്രതിനിധികൾ വ്യക്തമാക്കുകയും ചെയ്തു. സംഘർഷം തുടരുമ്പോഴും ഹോർമൂസ് പാതയിൽ സുരക്ഷിതമായിട്ട് ഇന്ത്യൻ കപ്പലുകളുടെ സഞ്ചാരം നൽകുന്ന സൂചന എന്ന് പറയപ്പെടുന്ന ഇറാന്റെ സൗഹൃദ രാജ്യമാണ് ഇന്ത്യ എന്ന് തന്നെയാണ്. ഇറാന് കൂടുതൽ താല്പര്യം ഇന്ത്യയോടാണ്. പാകിസ്ഥാനെ കണ്ടം വഴി ഓടിക്കുകയാണ് ഇറാനികൾ. പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധത്തിൽ പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുന്നു എന്ന വാർത്തകൾ ഇറാൻ തന്നെ തള്ളുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഇന്ത്യയിലെ പ്രതിനിധിയായിട്ടുള്ള അബ്ദുൽ മജീദ് ഹക്കീം ഇലാഹിയാണ് പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കുമെന്ന വിധത്തിലുള്ള വാർത്തകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾക്ക് ഇസ്ലാമാബാദ് സൗകര്യമൊരുക്കുന്നുവെന്ന വാദങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നാണ് പറയപ്പെടുന്നത്. ലോക വിപണിയിലെ എണ്ണവിലയെ സ്വാധീനിക്കുവാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നത് എന്നും ചർച്ചകളിലോ നയതന്ത്ര നീക്കങ്ങളിലോ പാകിസ്ഥാൻ ഗൗരവം കാണിക്കുന്നില്ല എന്നുകൂടി അവർ ആരോപിക്കുകയാണ്. മുൻ ഇറാൻ പരമോന്നത നേതാവായിട്ടുള്ള അലി ഖമേനിയുടെ അനുശോചന ചടങ്ങിൽ പങ്കെടുക്കുവാൻ പട്നയിൽ എത്തിയപ്പോഴായിരുന്നു ഇത്തരത്തിലൊരു പ്രതികരണം അവർ നടത്തിയത്. പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ യാതൊരു പങ്കുമില്ല. പാകിസ്ഥാൻ വഴി ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുവെന്നത് സത്യമായിരുന്നില്ല. കാരണം വെറുതെ സംസാരിക്കുന്നതിലൂടെ എണ്ണവില പിടിച്ചു നിർത്തുവാൻ അവർ ആഗ്രഹിച്ചു. ചർച്ചകളിലോ ഒത്തുതീർപ്പുകളിലോ സംഭാഷണങ്ങളിലോ യാതൊരു ഗൗരവവും കാണിച്ചിരുന്നില്ല. അവർക്ക് ചില രാജ്യങ്ങളെ ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ചർച്ചകൾക്കും ഒത്തുതീർപ്പുകൾക്കും തയ്യാറാണ് എന്ന് അവർ വിളിച്ചു പറഞ്ഞു. അതൊന്നും സത്യമായിരുന്നില്ല എന്നുള്ളതാണ് ഇറാന്റെ വാദം. ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ട് നടത്തിയ ആക്രമണമാണ് നിലവിലെ സംഘർഷങ്ങൾക്ക് കാരണമെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഇറാൻ യുദ്ധം ആഗ്രഹിച്ചിട്ടില്ല എന്നും ആശുപത്രികളിലും സ്കൂളുകളും സിവിലിയൻ പാർപ്പിടങ്ങളും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കുവാൻ ലോകരാജ്യങ്ങൾ ഇടപെടണമെന്നും അവർ ആവശ്യപ്പെടുകയാണ്. ആക്രമണം ആരംഭിച്ചവർ അത് നിർത്തിയാൽ യുദ്ധം അവസാനിക്കുമെന്ന് കൂടി ഇറാൻ കൂട്ടിച്ചേർത്ത് പറയുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും സമാധാന ശ്രമങ്ങളിൽ വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് തന്നെയാണ് ഇറാന്റെ പ്രത്യാശ. ഫെബ്രുവരിയിലെ ആക്രമണത്തിൽ അലി ഖമേനിയെ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാൻ നടത്തിയ തിരിച്ചടികൾ അന്താരാഷ്ട്ര ഊർജ്ജ വിപണിയെയും ആഗോള സാമ്പത്തിക സ്ഥിരതയെയും ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. യുദ്ധം അവസാനിപ്പിക്കുവാൻ ലോക നേതാക്കൾ ഒന്നിച്ചു നിൽക്കണമെന്ന് ഇലാഹി ആഹ്വാനം ചെയ്യുകയും ചെയ്തു. അതിനിടെ പശ്ചിമേഷ്യയിൽ സംഘർഷം നിലനിൽക്കുമ്പോഴും ഹോർമൂസ് കടലിലേക്ക് സുരക്ഷിതമായിട്ട് കടന്ന ഇന്ത്യൻ പതാകയേന്തിയ ഒരു കപ്പൽ കൂടി നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണപ്പാതകളിൽ ഒന്നിലെ തുടർച്ചയായ തടസ്സങ്ങൾക്കും സുരക്ഷാ ആശങ്കകൾക്കും ഇടയിലാണ് കപ്പൽ ഹോർമൂസ് കടന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തപ്പെടുന്നത്. സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഹോർമൂസ് കടലിലേക്ക് കടന്ന 9ാമത്തെ ഇന്ത്യൻ ടാങ്കറാണിത്. ഗ്രീൻ ആശ എന്ന് പറയപ്പെടുന്ന ഒരു LPG ടാങ്കർ ആണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. US ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് ശേഷം ഇറാൻ ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണം ശക്തമാക്കി. ഇത് ആഗോള ഇന്ധന വിതരണത്തെ ബാധിച്ചു. ഊർജ്ജ വിപണികളെ പിടിച്ചുലച്ചു. മാരിടൈം ഡാറ്റ അനുസരിച്ചിട്ട് ഈ പാത ഉപയോഗിക്കുന്ന ചരക്ക് കപ്പലുകളിൽ 60% ഇറാനിൽ നിന്നുള്ളതോ അല്ലെങ്കിൽ ഇറാനിലേക്ക് പോകുകയോ ചെയ്യുന്നതാണ്. പ്രതിബന്ധങ്ങൾക്കിടയിലും ഹോർമൂസ് പാത ഉപയോഗിക്കുന്ന ഇന്ത്യൻ കപ്പലുകളുടെ എണ്ണം താരതമ്യേന കൂടുതലാണ് എന്നുള്ളതാണ്. ഗ്രീൻ ആശ കടന്നു പോകുന്നതിന് മുമ്പ് 8 ഇന്ത്യൻ കപ്പലുകൾ ഈ കടലിടുക്ക് കടന്നിരുന്നു. BW ടയർ, BW LM എന്നീ 2 LPG കാരിയറുകൾ ഏകദേശം 94,000 ടൺ ചരക്കുമായിട്ട് സംഘർഷ മേഖലയിലൂടെ കടന്നു പോവുകയും ചെയ്തു. പൈൻ ഗ്യാസ്, ജഗ് വസന്ത് എന്നീ 4 ഇന്ത്യൻ പതാകയേന്തിയ LPG ടാങ്കറുകൾ മാർച്ച് 26-നും 28-നും ഇടയിൽ 92,612 ടൺ LPG വിതരണം ചെയ്തു കഴിഞ്ഞു. ഇതിനു മുമ്പ് MD ശിവാജിക്, MD നന്ദാദേവി എന്നിവ മാർച്ച് 16-നും 17-നും ഏകദേശം 92,712 ടൺ LPG ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തേക്കും കണ്ട്ല തുറമുഖത്തേക്കും എത്തിച്ചു. ഊർജ ടാങ്കർ ജഗ് ലാഡാക്കി മാർച്ച് 18-ന് UAE-യിൽ നിന്ന് മുന്ദ്രയിലേക്ക് 80,886 ടൺ അസംസ്കൃത എണ്ണ കൊണ്ടുപോയി. അതേസമയം ജഗ് പ്രകാശ് ഒമാനിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് പെട്രോൾ കൊണ്ടുപോകുന്നതിനിടയിൽ സുരക്ഷിതമായി കടലിടുക്ക് കടക്കുകയും ചെയ്തു. ഇങ്ങനെ ശിവാജിക്, നന്ദാദേവി, ജഗ് ലാഡക്കി, പൈൻ ഗ്യാസ്, ജഗ് വസന്ത്, BW ടയർ, BW LM, ഗ്രീൻ സാൻവി എന്നിവ സുരക്ഷിതമായിട്ട് കടന്നുപോയ കപ്പലുകളാണ് ഇന്ത്യയുടെ. ഗ്രീൻ സാൻവി കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി ഏകദേശം 46,650 മെട്രിക് ടൺ LPGയുമായിട്ടാണ് കടലിടുക്ക് കടന്നുപോയത്. ഇന്ത്യൻ നാവികസേന കപ്പലുകളെ സഹായിക്കുവാൻ അകമ്പടിയായിട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നിലവിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട നാവിക ഉപരോധത്തിനിടയിൽ തങ്ങളുടെ കപ്പലുകളെ സുരക്ഷിതമായ സഞ്ചാരം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് ഉറപ്പാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഇറാനിയൻ അധികാരികളുമായിട്ട് ചർച്ചകൾ നടത്തി. ഇറാനിയൻ അധികാരികളുമായി സഹകരിക്കുകയാണ് എങ്കിൽ ശത്രുതയില്ലാത്ത രാജ്യങ്ങളുടെ കപ്പലുകളെ കടലിടുക്ക് കടന്നു പോകുവാൻ അനുവദിക്കുമെന്ന് ഇറാൻ നേരത്തെ തന്നെ പറയുകയും ചെയ്തിരുന്നു, അറിയിക്കുകയും ചെയ്തിരുന്നു.
പക്ഷെ ഇവിടെ യുദ്ധം അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ സ്വയം ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അവർ വേണ്ട, ഇന്ത്യ മതി എന്നുള്ള ഒരു വാദത്തിലേക്ക് ഇറാനെ കൊണ്ടെത്തിച്ചത് ഇന്ത്യയുടെ വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളാണ്. മാത്രമല്ല ഒരു സൗഹൃദ രാഷ്ട്രം എന്ന രീതിയിലുള്ള ഇറാന്റെ പരിഗണനയാണ് അത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പാകിസ്ഥാനെ കണ്ടം വഴി ഓടിച്ചു വിടുന്ന ഇറാനികളെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്.